വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു മീഷോ ഹോളാണ്. ഇന്ന് മീഷോ എന്ന് വാങ്ങിച്ച കുറച്ച് റാൻഡം ഫൈൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് കാണിക്കുന്നത്, പക്ഷേ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്, അപ്പം നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, പ്രോഡക്റ്റ് ഓരോന്നും നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ക്ലേൻ്റെ സെറ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ബക്കറ്റിൽ വന്നിട്ടുള്ള ക്ലേ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബക്കറ്റ് പ്ലാസ്റ്റിക് ആണ്, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആണ്, ഒരു റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. കളിക്കാനുള്ള സംഭവം ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. കണ്ടില്ല, ഒരു ഫിനിഷിങ് ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് ആണ്. ഫസ്റ്റ് തന്നെ ഒരു റോളർ ഉണ്ട്, കട്ടർ മോൾഡ്, ഒരു ഫിഷ് ഉണ്ട്, ഒരു എലിഫൻറ്റ്, ദെൻ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ ഒരു കട്ടർ ഉണ്ട്, ഒരു നൈഫ് പോലെ ഒരു കട്ടർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്ലാസ്റ്റിക് നോക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പക്ക ലോക്കൽ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഇത് ടോയ് ആയതുകൊണ്ട് നമുക്ക് ഓക്കെ ആണ്. കണ്ടോ, ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ദെൻ ഇതൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ആണ്. ഒരു ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ദെൻ പിങ്ക്, റെഡ്, ബ്ലൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് ഷേപ്സൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോസാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 6 വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ടിഷ്യൂ കോംബോ പാക്കാണ് കേട്ടോ. കോംബോ അല്ല, ടിഷ്യൂവിൻ്റെ ഒരു സെറ്റാണ്. ഇതിൽ 10 എണ്ണം വരുന്നുണ്ട്. പോക്കറ്റ് ടിഷ്യൂസിൻ്റെ ചെറിയ ചെറിയ പാക്കുകളുടെ 10 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ 10 എണ്ണം വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ 10 എണ്ണമാണ് വരുന്നത്. ഇതെനിക്കൊരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് ഒഴിച്ചുകൂടാത്തൊരു സംഭവമാണ് ലൈഫിൽ. ഇല്ലെങ്കിൽ പോകുകയെന്നുണ്ടെങ്കിൽ കൈ വേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ എപ്പോഴും ഒരു ടിഷ്യൂസ് ഇങ്ങനെ ചുരുട്ടി പിടിക്കാറുണ്ട്. ടവൽസിനൊക്കെ പകരം ഞാൻ ടിഷ്യൂസാണ് യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ ബാഗിലും എപ്പോഴും ഇങ്ങനത്തെ ഒരു പോക്കറ്റ് ടിഷ്യൂ ഉണ്ടാവും. അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറാണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി മീഷോയിൽ ഇത് കണ്ടപ്പം ഇതിങ്ങനെ ഒന്നിച്ച് വാങ്ങിച്ച് വെച്ചാൽ തീർന്നതിനനുസരിച്ച് എടുക്കാമല്ലോ. അപ്പോൾ ചില സമയത്തൊക്കെ പെട്ടെന്ന് തീർന്നു പോവും, പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ വാങ്ങി വെക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതിന് 10 എണ്ണത്തിന് 100 സംതിങ് ആണെന്ന് തോന്നുന്നു. ഷോപ്പിൽ ഇങ്ങനെ ഒരെണ്ണം വാങ്ങുകയെന്നുണ്ടെങ്കിൽ 10 or 15 അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്നിച്ച് വാങ്ങി വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ക്വാളിറ്റി നോക്കുകയെന്നുണ്ടെങ്കിൽ, ടിഷ്യൂവിൻ്റെ ക്വാളിറ്റി നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ടിഷ്യൂസാണ്. ഇതിങ്ങനെ 2 എണ്ണം വരുന്നതായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തതാണ്. 2 എണ്ണം ഒരുമിച്ചുള്ള ആ ഒരു തിക്നെസ്സാണ് വരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്വാളിറ്റിയുള്ള ടിഷ്യൂസാണ്. ടിഷ്യൂ ഒക്കെ നമ്മൾ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലും എന്തിനാണെങ്കിലും നമുക്ക് എടുക്കാമല്ലോ ടിഷ്യൂസ്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങി. പിന്നെ ഞാൻ എപ്പോഴും കയ്യിൽ കരുതുന്നതാണ്, ടിഷ്യൂ പോലെ തന്നെ ബാഗിൽ കരുതുന്ന ഒരു സംഭവമാണ് വെറ്റ് വൈപ്സ്. യൂസ് ചെയ്യുന്ന വെറ്റ് വൈപ്സ് വന്നിട്ട് മാമി പോക്കോ അല്ലെങ്കിൽ ഹിമാലയൻ്റെ അതൊക്കെ ആണ്. അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഫാൻസിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ളതാണ്. ചെറിയ പാക്കറ്റില്ലേ, ഇതുപോലെയുള്ള ചെറിയ പാക്കറ്റ് വാങ്ങിക്കും. അപ്പോൾ അതും എനിക്ക് ഒരു അശാവായിട്ടുള്ളതാണ്. ഇപ്പോൾ കുറേ ആയിട്ട് അതെൻ്റെ കയ്യിൽ കാലിയായിട്ടുണ്ട്. ഞാൻ ചുമ്മാ മീഷോയിൽ സെർച്ച് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ 4 എണ്ണം വരുന്നൊരു കോംബോ പാക്ക് കണ്ടു, 100 സംതിങ്ങിന്. അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വാങ്ങിച്ചു. ഇത് സംഭവം ഒരു വലിയ ബ്രാൻഡൊന്നുമല്ല, ലോക്കലാണ്. അപ്പോൾ നിങ്ങൾ ബേബീസിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും വാങ്ങിക്കരുത്. അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കാം. ഞാൻ മെയിനായിട്ട് ഈ ഒരു വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത് ക്ലീനിങ് പർപ്പസിനാണ്. പുറത്ത് പോയാലൊക്കെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ലൈക്ക് നമ്മൾ ചെറിയ സ്നാക്സ്, സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വെള്ളം കിട്ടിക്കൊള്ളുന്നില്ലല്ലോ കൈ കഴുകാനൊന്നും. സോ അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അയക്കായാലൊക്കെ ക്ലീൻ ചെയ്യാനും, പിന്നെ ഞാൻ ടോയ്ലറ്ററീസൊക്കെ വെക്കുന്ന അവിടെ ജസ്റ്റ് വിരിച്ചിടാറുണ്ട് ഒരു സ്മെല്ല് കിട്ടാനും. വെറുതെ അങ്ങനെ ഇത് വൈപ്സ് വെച്ചതിന് ശേഷമാണ് ഞാൻ ടോയ്ലറ്ററീസൊക്കെ അതിൻ്റെ മുകളിൽ വെക്കാറുള്ളത് ബാത്റൂമിൽ. സോ അങ്ങനത്തെ പർപ്പസിനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. സോ എനിക്ക് ബ്രാൻഡഡൊന്നും ആവശ്യമില്ല, ഇങ്ങനത്തെ ലോക്കലായാലും മതി. ഒരെണ്ണം വന്നിട്ട് ഐസ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെ ഒരെണ്ണം അലോവേര, പിന്നെ ഒരെണ്ണം റോസ്, ദെൻ ഒരെണ്ണം ലാവൻഡറും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നാളത്തേക്കുണ്ട്. ഇതെനിക്ക് ഒരെണ്ണത്തിൽ തന്നെ 25 എണ്ണമാണ് വരുന്നത്. ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂസും ഉണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾ
കുട്ടികൾക്ക് വൈപ്പ് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് എന്തായാലും ഇതൊന്നും വാങ്ങിക്കേണ്ട. ഇങ്ങനെ എന്നെപ്പോലെ ക്ലീനിങ് പർപ്പസ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ലതായിരിക്കും. ഇതിൻ്റെ മീഷോയിലുള്ള റിവ്യൂ കണ്ടിട്ട് അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ഒരെണ്ണം എടുത്ത് കാണിച്ചത് ഞാൻ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു നല്ല ഫ്രാഗ്രൻസ് ഇതിൻ്റെ കേട്ടോ. നല്ലൊരു ഫ്രാഗ്രൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫ്രാഗ്രൻസ്. സൈസ് വന്നിട്ട് ഇതാ ഇത്രയും സൈസാണുള്ളത്. നല്ല വെറ്റാണിത്. ഞാൻ ജസ്റ്റ് കാണിച്ചത്. നല്ലൊരു സ്മെല്ല്. സൗണ്ട് നല്ല വെറ്റായിട്ടുണ്ട്. നല്ല ക്ലോത്തും ആണ് കേട്ടോ. ഇത് വന്നിട്ട് സോഫ്റ്റ് ക്ലോത്താണ്. എന്തുകൊണ്ടും എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇനി തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു മസാജറാണ് കേട്ടോ. ഒരു സ്കാൽപ്പ് മസാജറാണ്. ഇത് കുറച്ച് മുമ്പേ നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേങ്കിൽ ഞാൻ അന്നൊന്നും വാങ്ങിച്ചില്ല. അന്ന് ഞാൻ വിചാരിച്ചത് എന്തിനാ അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. അന്നാണ് നല്ല പ്രൈസും ഉണ്ട് മറ്റ് സൈറ്റുകളിലൊക്കെ. പിന്നെ മീഷോയിൽ ഞാനിത് അണ്ടർ 100 ആണ് കണ്ടത്. അതായത് 90 80 അങ്ങനെ എന്തോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വാങ്ങി ട്രൈ ചെയ്യാമെന്ന്. മാത്രമല്ല ഞാനിപ്പോൾ സ്കാൽപ്പ് സ്ക്രബ് ചെയ്യാറുണ്ട്. ഭയങ്കര ഇച്ചിങ് ആണ് സ്കാൽപ്പ്, ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ എംകഫേൻ്റെ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് സ്കാൽപ്പ് സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇത് വെച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ്. ആ ഒരു പ്രൈസിന് എന്തായാലും നല്ല വർത്താണ്. പിന്നെ ഇങ്ങനത്തെ സിലിക്കൺ മെറ്റീരിയലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട്. ദെൻ ഇവിടെ ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഹാൻഡിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ജെൻറ്റിലായിരിക്കും. പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. എനിക്കത് എന്തായാലും ഇഷ്ടപ്പെട്ടു. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ആ ഒരു ഇച്ചിനെസ്സൊക്കെ മാറുന്നുണ്ട് ഇതുകൊണ്ട് മസാജ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. ട്രെൻഡിങ് ആകുന്ന പ്രൊഡക്റ്റൊക്കെ ഞാൻ ട്രെൻഡിങ് കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അതാണ് ഇതിലും സംഭവിച്ചത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കിച്ചണിലേക്കൊക്കെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. കണ്ടോ, ഇങ്ങനത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇതിങ്ങനെ 10 എണ്ണം വരുന്നുണ്ട്. ഒരെണ്ണം നോക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനത്തെ 10 എണ്ണം വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ സ്ക്രബ്ബറില്ലേ, പാത്രം കഴുകുന്ന സ്ക്രബ്ബറിന് പകരമുള്ളതാണെന്നാണ് പറയുന്നത്. സ്റ്റീലിൻ്റെ കമ്പിയില്ലേ അത്. പക്ഷേ അതിന് പകരമായിട്ട് പറയില്ല. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ ഇത് ഞാൻ 80-90 രൂപക്കാണ് ഇത്രയും എണ്ണം വാങ്ങിച്ചത്. 10 എണ്ണം വാങ്ങിച്ചത്. ആ ഒരു പ്രൈസിന് എനിക്കിതെന്തായാലും വർത്താണ്. കാരണം 150ക്ക് 6 എണ്ണം വരുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ല ലാഭമാണ്. അതും ഇതും ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു തിക്നെസ് ഉണ്ടായിരുന്നു ഇതിനെക്കാട്ടിലും. പക്ഷേ 80 രൂപക്ക് 5-6 വരുന്നത് വേറെയും ട്രൈ ചെയ്തിട്ടുണ്ട്. അതും ഇതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് ഡബിളായിട്ട് കിട്ടുന്നുണ്ട്. 10 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പം ഇത് നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് പാത്രം കഴുകാൻ നല്ല ലാദറാവും. നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പാണെങ്കിലും ലിക്വിഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ലാദറാവുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ അതിനൊക്കെ നല്ലതാണ്. നമ്മുടെ കമ്പിക്ക് പകരമായിട്ട് പറ്റില്ല. ചില കമ്പി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള അഴുക്കുകൾ ഫുഡിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് പോവുമല്ലോ. ഇതങ്ങനല്ല. ഇത് പക്ഷേങ്കിൽ കമ്പിയും അല്ല സ്പഞ്ചും അല്ലാത്ത അതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണിത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പണ്ടൊക്കെ പാത്രം കഴുകാൻ തുണികളൊക്കെ യൂസ് ചെയ്യായിരുന്നു, ജോർജറ്റിൻ്റെ ഒക്കെ. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം പറ്റിപ്പിടിച്ച് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനുകൊണ്ട് ക്ലീൻ ആവുന്നുണ്ട്, സ്പഞ്ച് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും. പിന്നെ എന്താ ലാദറും ആവുന്നുണ്ടല്ലോ. സോ അങ്ങനെ നല്ലതാണ്. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രം നമ്മൾ അയക്ക് പിടിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രമോ ബക്കറ്റോ എന്തെങ്കിലും, അപ്പോൾ അത് നമ്മൾ കമ്പി യൂസ് ചെയ്തിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്, ആ ഒരു വര വെക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനോണ്ടാകുമ്പോൾ അതിലുള്ള അയക്ക് പോവുകയും ചെയ്യും, ആ ഒരു സ്ക്രാച്ച് വരികയില്ല. നന്നായിട്ട് ക്ലീൻ ആവും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ. എല്ലാ പാത്രങ്ങളും ഓക്കെ, പക്ഷെ നന്നായിട്ട് കരി പിടിച്ചിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പി തന്നെ
വേണം കേട്ടോ. ഇതൊരു ക്ലോത്താണ്. ഞാൻ പണ്ട് വിചാരിച്ചത് ഇതിങ്ങനെ കമ്പി പോലെ തന്നെ ഇങ്ങനെ ചതുരത്തിൽ വരുന്നതാണെന്നാണ്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ക്ലോത്താണ്. ഇതൊരു ത്രെഡാണ്. കമ്പിൻ്റെ അത്ര ഹാർഡല്ല, ഇത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. വൈപ്സില്ലേ, വെറ്റ് വൈപ്സിൻ്റെ ആ ഒരു വെറ്റല്ലാത്ത ഒരു മെറ്റീരിയലില്ലേ, ആ ഒരു മെറ്റീരിയലാണ്. ഇതിന് എന്താ ഞാൻ പറഞ്ഞുതരാം. ഇത് ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെന്താ, എല്ലായിടത്തും പൊടികളൊക്കെ തുടയ്ക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് രണ്ടും കൂടെ 100 സംതിങ് ആണ് പ്രൈസ്. കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ അടയാളം വരുന്നുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുവഴി നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. നമ്മളെ ടിഷ്യൂ റോളൊക്കെ പോലെ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ക്ലീനിങ്ങിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കുറേ കാറ്റലോഗ്സ് ഉണ്ട് മീഷോയിൽ. അപ്പോൾ കളറ് ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ പിങ്ക് ആയിരിക്കും കിട്ടുക. കളറൊക്കെ റാൻഡമായിട്ടാണ് കിട്ടുന്നത്. അതേയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെയും എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.